ഫയർഫോഴ്സ്. ബെർമൂഡ ബ്രിഡ്ജ് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കയറ്റാം. അപ്പോൾ അവിടെ നിന്നേ കയറാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ താഴെ നിന്നേ കയറാൻ പറ്റില്ല. പെട്ടെന്ന് എടുത്ത് കഴിച്ചോ. സ്പീഡ് കഴിച്ചോ. അല്ലേ ചരവ് അതിലേക്കൂടെ വരും. വെള്ളം അടിക്കാൻ പറ്റും. അത് പല രീതിക്ക് അത് നമുക്ക് ഫോഴ്സിൽ അടിക്കാൻ പറ്റും. അതേപോലെ 120 ഡിഗ്രി ചരിവിൽ എന്ത് ചെയ്യാൻ പറ്റും, അടിക്കാൻ പറ്റും. നമുക്കൊരു വാട്ടർ ഷീൽഡ് പോലെ ഉണ്ടാക്കി നമുക്ക് അങ്ങോട്ട് അകത്ത് കയറി പോകാൻ പറ്റും. വെള്ളം അടിക്കാൻ പറ്റും, ഫോമും അടിക്കാൻ പറ്റും. 120 ഡിഗ്രി അടിക്കാൻ 120 ഡിഗ്രി ആക്കാൻ പറ്റും, 90 ആക്കാൻ പറ്റും, 60 ആക്കാൻ പറ്റും, 30 ആക്കാൻ പറ്റും, പിന്നെ ജെറ്റ് അടിക്കാൻ പറ്റും. ഇത്രയും സംവിധാനം അതിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതെങ്ങനെ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ പറ്റും സാർ? വെള്ളം വെച്ച് ഡെമോ കാണിച്ചാൽ അവരെ നമ്മൾ ഓട്ടിക്കും. അല്ലാതെ വേണമെങ്കിൽ ഓട്ടിച്ച് കാണിച്ചു തരാം. ഒന്ന് ഓട്ടിച്ച് കാണിക്കാം സാർ. ഓക്കെ, അതൊക്കെ ഉണ്ടേ. ഇത് ആക്ച്വലി ഫയറിൻ്റെ ഇടയിൽ കൂടെ കയറി പോകുമ്പോൾ ഇത് കത്തൂലേ? 1000 ഡിഗ്രി ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അല്ല, എന്നാലും ഡീസൽ എഞ്ചിനല്ലേ, കത്തൂല. വണ്ടിക്ക് ഇതിൽ ഓയിൽ കാണൂലേ? ബാറ്ററിയാണ്. സീൽഡാണ്. 1000 ഡിഗ്രിയിൽ ഇതാന്ന് കഴിഞ്ഞാലും ഒന്നും പറ്റത്തില്ല. ഇത് ആക്ച്വലി നമ്മൾ കേരളത്തിൽ യൂസ് ചെയ്യുന്നുണ്ടോ? യൂസ് ചെയ്യുന്നുണ്ട്. ഓ, ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ ഉള്ളതല്ലേ? ഇത് മാക്സിമം എത്ര കപ്പാസിറ്റി വരെ ഹൈറ്റിലൊക്കെ പോകും? 60 മീറ്റർ വരെ ഹൈറ്റിൽ പോകും. എത്ര ഫോഴ്സിൽ? പവർ 2000 ലിറ്റർ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 2000 ലിറ്റേഴ്സ് വരെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം സ്റ്റോർ ചെയ്തിരിക്കും. നമ്മൾ സെപ്പറേറ്റ് ഫയർ എഞ്ചിൻ ഉണ്ടല്ലോ. ഓക്കെ, അതിൽ നിന്ന് ഇതിൽ ഓസ് കണക്ട് ചെയ്യുമല്ലേ? ഓ, ഓക്കെ ഓക്കെ. സംഭവം കൊള്ളാം. റയാൻ കണ്ടോ? ഐസ്ക്രീം കുടിച്ചോണ്ടിരുന്നാൽ പോരെ, ഇതൊക്കെ കാണണം. കൊള്ളാമോ? കയറാനുള്ളതാണ് ഇതെല്ലാം സംവിധാനം. ഞാനൊക്കെ ഒരു മനുഷ്യയില്ല നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. ഹൈറ്റിലോട്ട് കൊണ്ടുപോവാ, ഹൈറ്റിലോട്ട് താഴെ മേളിലോട്ട് ഇറക്കാം. കിണറിനകത്തൊക്കെ വന്നിട്ടേ സ്പൈൻ ഇഞ്ചുറി ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് നമുക്ക് ചിലപ്പോൾ കിണർ വിട്ടുള്ള കിണറാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ സ്പൈൻ ഇഞ്ചുറി ആണെങ്കിൽ ആൾക്ക് കൂടുതൽ ഡാമേജ് വരും. ബാക്കി നമുക്കപ്പോൾ വേറെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സർവിക്കൽ കോളറും ഈ ഇമ്മൊബിലൈസർ എന്ന് പറയും, ആ ഹെഡ് ഇമ്മൊബിലൈസറും വെച്ചിട്ട് ബാക്കിയെല്ലാം ബാൻഡ് ആക്കിയ ശേഷം സ്ട്രെച്ചറിലായിരിക്കും നമ്മൾ ഇതുപോലെ ആയിരിക്കും മേളിലോട്ട് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആൾക്ക് കൂടുതൽ ഡാമേജ് വരത്തില്ല. നമ്മൾ സാധാരണ ഇതിന്റെ ലെങ്ത് ചില കിണറാണെങ്കിൽ നമുക്ക് ഇത് കാണത്തില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സ്ട്രെച്ചർ നിവർത്തി വയ്ക്കും. ഇത് പക്ഷേ ഇത് ബാലൻസ് നമുക്ക് കറക്റ്റ് ബാലൻസ് ചെയ്തിരിക്കും. അല്ല, ചില സാഹചര്യങ്ങളിലെ കിണറിൽ നമുക്ക് ഇതുപോലെ സ്ട്രെച്ചർ ഇറക്കാൻ പറ്റണമെന്നില്ല. എയർ ലിഫ്റ്റ് ചെയ്യണ ഏതാണ്? എയർ ലിഫ്റ്റ് പറഞ്ഞത് ഈ ഇതിൽ വരുന്നത് നമ്മൾ അതായത് എയർ ലിഫ്റ്റ് ഹെലികോപ്റ്ററിൽ ഉദ്ദേശിച്ചത് റോപ്പ് ആയിരിക്കും ഹെലികോപ്റ്ററിൽ താഴോട്ട് ഇടുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിനുള്ള ട്രെയിനിങ് ആയിട്ടായിരിക്കും. അമ്മയും കുഞ്ഞിനെ രക്ഷിച്ചില്ല. അത് എന്താണ്, എങ്ങനെയാണത്? അത് ബെൽറ്റ് ഇട്ടാണ്? അല്ല, അത് ഹാർനസ് ഇതില്ലേ, ഇതുപോലത്തെ ഹാർനസ് ഇട്ടിട്ട് അങ്ങനെയാണ്. പക്ഷെ ഹാർനസിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇത് ഇടാനും ഇറക്കാനും കുറച്ച് സമയം എടുക്കും. ഒരുപാട് ആൾക്കാർ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളിട്ട് മേളിൽ പോയി അഴിച്ചിട്ട് അടുത്ത ആൾക്ക് കണക്ട് ചെയ്ത് ബെൽറ്റ് ടൈറ്റ് ചെയ്യാൻ അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് വരും. അപ്പൊ ഇത് ഈ ലാഡറാണെന്നുണ്ടെങ്കിൽ ഒരു ഇത് എല്ലാവർക്കും കയറാൻ പറ്റും. ഇപ്പൊ ഇവിടെ തന്നെ സാർ നോക്കിയാൽ കാണാം, പലരും വന്നിട്ടേ കുഞ്ഞു കുട്ടികളോട് വലിയ ആൾക്കാർ വരെ ഇതിൽ കയറുന്നുണ്ട്. അങ്ങോട്ട് പോയി നോക്കാം. കയറാൻ പറ്റാത്ത ഈ വയസ്സായ ആൾക്കാരും ഈ കിടപ്പ് രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതുകൊണ്ട് ഹാർനസ് ഇട്ടിട്ട് കയറ്റുന്നത്. എല്ലാവരും ഹാർനസ് ഇട്ട് കയറ്റാൻ പ്രാവർത്തിയായില്ല. കുറഞ്ഞ സമയം നമുക്ക് രക്ഷപ്പെടുത്തിന് കിട്ടുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പിന്നെ വേറെ വേറെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമല്ലേ? പേസ്റ്റ് ഒക്കെ ഇടാറുണ്ടല്ലേ? ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പേസ്റ്റ് ഇടാൻ പാടില്ല. ഐസ് ഒട്ടും വെക്കാൻ പാടില്ല. ഐസ് വെച്ചാൽ എന്താ സംഭവിക്കുക?
ഐസ് വയ്ക്കുമ്പോൾ ഐസ് മെൽറ്റ് ആവാൻ ഒരു ടെമ്പറേച്ചർ ആവശ്യമുണ്ടല്ലേ? അത് നമ്മൾ എടുക്കുക. അത് നമ്മുടെ സ്കിന്നിൽ എന്താ അത് കൂളാവോ? ഇല്ല, ഒരിക്കലും കൂളാവൂല. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. എന്താണ് ചെയ്യേണ്ടത്? റണ്ണിങ് വാട്ടർ. അതായത് റണ്ണിങ് വാട്ടർ ഒരിക്കലും പൊട്ടിച്ച് കളയാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു വെളുത്ത ഓയിൻമെന്റ് തേക്കും അല്ലേ, സിൽവർ സൾഫൈഡ് ഐസിന്. അത് നമുക്ക് വീട്ടിൽ വാങ്ങിച്ചു വെച്ച് ഉപയോഗിക്കാം. ബെർണാളെന്നൊക്കെ പണ്ട് ഉള്ള ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ് ഇപ്പോൾ സിൽവർ സൾഫൈഡ് ഐസിൻ എന്നാണ് ആ ഓയിൻമെന്റിന്റെ പേര്. അത് വാങ്ങിച്ചെന്ത് ചെയ്യാം, അത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, മനസ്സിലായില്ല? അപ്പോൾ ശരീരത്തിൽ തീ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റോപ്പ് ഡ്രോപ്പ് ഡ്രോൾ ഇടുന്നു ഉയരുന്നു. ഇനി ചില സാഹചര്യങ്ങളിൽ നമ്മൾ റൂമിനകത്ത് പുക നിറഞ്ഞു പോയി, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാം, വർക്കലയിൽ ഒരു പ്രതാപൻ, ഷേർലി, അഖിൽ, അഭിരാമി, റയാൻ, കൊച്ചുകുട്ടി അല്ലേ, ഒരു 2 വയസ്സുള്ള കുട്ടിയാണ്. 2 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ വീട്ടിനകത്ത് ബ്ലോക്കായി പോയി, പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ. അവരുടെ ശരീരത്തിൽ 1% പോലും പൊള്ളലേറ്റിട്ടില്ല. പക്ഷെ അവരെല്ലാവരും മരിച്ചു. കാരണം എന്താ? വിഷമായല്ലോ. കാർബൺ മോണോക്സൈഡ് ടോക്സിക് ആയിട്ടുള്ള ഗ്യാസ് ഇൻഹേൽ ചെയ്താണ് മരണപ്പെട്ടത്. അതായത് ഇത്തരം റൂം ഫയറുകളിൽ ഏറ്റവും വില്ലൻ എന്ന് പറയുന്നത് എന്താണ്? ഫയറിനേക്കാൾ വില്ലൻ ആരാ? പുകയാണ്. ഈ പുക. അപ്പൊ അങ്ങനെ ഒരു മുറിയിൽ നമ്മൾ ട്രാപ്പ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് പുറത്ത് വരേണ്ടത് അറിയാമോ? അങ്ങനെ ഒരു പുക നിറഞ്ഞ മുറിക്കകത്ത് നമ്മൾ അകപ്പെട്ടിരുന്നു. പക്ഷെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. എങ്ങനെയാണ് വരിക? ഒരിക്കലും നടന്നു വരരുത്. നമ്മൾ എന്ത് തന്നെ എങ്ങനെ തന്നെ പോകണം? നിലത്ത് കിടന്ന് ഇഴഞ്ഞിഴഞ്ഞ് തന്നെ പുറത്തിറങ്ങാൻ ശ്രമിക്കണം. സുഭാഷ് വിളി, സുഭാഷ് വിളി, സുഭാഷ് ഉറക്കെ വിളി, കേൾക്കുന്നില്ല. സുഭാഷ് എന്നല്ല, അടുത്തൊന്നും സുഭാഷ് എന്ന് വിളി, ഉറക്കെ വിളി, സുഭാഷ് ടാറ്റാണ്, എല്ലാവരും ടാറ്റാണ്. സുഭാഷ് എന്ന് വിളി. ആ, ഓക്കെ. തലേ കമ്പ്യൂട്ടർ സുഭാഷ് ഉറക്കല്ലടാ, പേടിക്കല്ലടാ. കൈ സുഭാഷ് എന്ന് വിളിയടാ. പിന്നെ വിളിയടാ, സുഭാഷ് എന്ന് വിളിയടാ. ആഹാ, ടാറ്റാടിയടാ. പിന്നെ മരത്തിന് മോളിൽ കയറ്റിയാണ്. ഓക്കെ, സുഭാഷ് വിളി. ആ, ഓക്കെ, താങ്ക് യു. ഇങ്ങോട്ട് വായിക്കോ. ആ, ഓക്കെ, നെക്സ്റ്റ്. തള്ളി വിടാൻ തോന്നുന്നു.